നമുക്ക് കിരണിൻ്റെയും കല്യാണിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ CA കട്ട കലിപ്പോടുകൂടി തൻ്റെ ക്യാബിലിരിക്കുകയാണ്. CAയ്ക്ക് ഏറ്റ അപമാനം അയാൾക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കാരണം ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കോടതി നാണം കെട്ട് ഒലിഞ്ഞിരിക്കുന്നത്. നവീൻ തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഇല്ലാതെ തനിക്ക് നിൽക്കേണ്ടതായിട്ട് വന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ആ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചില്ല. പക്ഷേങ്കിൽ കിരണിനും അതുപോലെ വേലുവിനും രതീഷിനും ഒക്കെ ഗംഗാപ്രസാദിൻ്റെ മരണവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അവരെന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഗംഗാപ്രസാദിൻ്റെ ബോഡി കണ്ടെത്താൻ കഴിയുമായിരുന്നെങ്കിൽ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റിയാണ്. CA തലപൊഴിഞ്ഞടിക്കുന്ന സമയത്താണ് SI ഇങ്ങോട്ടേക്ക് വരുന്നത്. SI വന്നിട്ട് ചോദിച്ചു, അല്ല സാറേ എന്തായ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു. എന്താടോ തനിക്കിനി എന്താണോ അറിയണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് CA കുറേ ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും SI പറഞ്ഞു, അല്ല സാറേ ഞാൻ ചോദിച്ചെന്നുള്ളൂ. എടോ അങ്ങനെയൊന്നും എന്നെ പെട്ടെന്ന് തകർക്കാനായിട്ട് പറ്റത്തൊന്നുമില്ല. കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ആദ്യമായിട്ട് നാണം കെട്ട് തൊലി ഉരിഞ്ഞ് ഞാൻ കോടതിയിൽ നിൽക്കുന്നത്. ഇതിന് ഞാൻ എന്താളും പകരം വീട്ടിയിരിക്കും. തെറ്റവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും. ഈ മാർട്ടിൻ ആരാന്ന് അവർക്കറിയത്തില്ല, അവർ കാണാൻ പോകുന്നുള്ളെന്നൊക്കെ പറഞ്ഞു. SI ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇയാൾക്ക് ഇത് എന്തിൻ്റെ കേടാ? ആ ഗംഗാപ്രസാദിനെ പോലെ ഒരു ദുഷ്ടൻ തീർന്നല്ലോ എന്നോർത്ത് സമാധാനിക്കുന്നതിന് പകരം ഇയാളാണെങ്കിലോ അതും തലയിലേക്ക് കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സ് നിറയും. SIയുടെ മനസ്സ് നിറയും. കാരണം ഈ കേസ് വേണേൽ എഴുതി തള്ളാവുന്നുള്ളൂ. ആ സ്റ്റെഫി പരാതി കൊടുത്തെങ്കിലും അവനെക്കുറിച്ചൊരു അന്വേഷണം നടത്താതിരുന്നാൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേന് അവൾ പരോളുകയും ജയിലിലേക്ക് പോയിക്കോളും. പക്ഷേ ഇയാൾ അങ്ങനെയല്ല, അതിൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങിപ്പോവുക എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു SIയുടെ മനസ്സിൽ. ഈ സമയത്ത് ശാരി സരുവിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ സരുവിനെ കണ്ടു കഴിഞ്ഞിട്ട് ശാരി കാര്യങ്ങൾ പറയണം. ഞാൻ കരുതിയത് ആ കിരൺ അകത്ത് കിടക്കുന്നാണ് കരുതിയത്. ഒന്നുമല്ലേലും നിന്റെ അച്ഛനും മൃഗങ്ങൾക്കിട്ട് കൊടുത്തവനല്ലേ അവനകത്ത് കിടക്കുമെന്ന് വിചാരിച്ച. പക്ഷെ അതുണ്ടായില്ല മോളെ എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ കൂടെയാണ് ഇപ്പം ദൈവം പോലും ഉള്ളതെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം സരി പറഞ്ഞു, അമ്മ എന്താ അമ്മ പറയണേ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ശരിയാകുന്നത്. കിരൺ ഒരു കാരണവശാലും ജയിലിലേക്ക് പോയിക്കൂടാ. കിരണിനെ എനിക്ക് സ്വന്തമാക്കണം. കിരൺ എൻ്റേതാണ്, എനിക്ക് അവനെ സ്വന്തമാക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു, മോളെ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? കല്യാണിയുടെ കാര്യം നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അമ്മേ, കല്യാണി ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞാലും ഞാൻ അവളെ തീർക്കും. അവളെ തീർത്തിട്ട് ഞാൻ അവൾക്കിട്ട് പണി കൊടുത്തിട്ട് ഞാൻ എന്തു ചെയ്യും? അവനെ സ്വന്തമാക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ്. അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, മോളെ അതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. നടക്കോ ഇല്ലയോ അമ്മ, ദൈവത്തെ ഓർത്ത് ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരുന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അറിയാലോ, എങ്ങാനും ആരോടേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കണേന്ന് പറഞ്ഞു. ഈ സമയത്ത് ശാരി പറഞ്ഞു, എനിക്ക് നല്ല ദേഷ്യമുണ്ട്. കാരണം രാഹുൽ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞാലും നിൻ്റെ അച്ഛനല്ലേ, നിൻ്റെ അച്ഛനെ മൃഗങ്ങൾക്കിട്ട് കൊടുത്തവനാ, അവന് ശിക്ഷ കിട്ടണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന. പക്ഷെ ഇപ്പോൾ ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല മോളെ. എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ലാതെ തീരും. വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. എങ്ങോട്ടേലും പോകാൻ പറ്റുമോ? സരേ പറഞ്ഞു, അതൊന്നും സാരമില്ലമ്മേ, എന്ത് വേണമെന്ന് എനിക്കറിയാം. അതുപോലെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്നൊക്കെ ഉറപ്പ് കൊടുക്കുകയാണ്. ഈ സമയത്ത് കിരൺ കല്യാണിയെ കാണാനൊരു ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പം കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കിരണോട് ചോദിച്ചു, കിരണേട്ട ഇത് എവിടെയായിരുന്നു? കണ്ടേ ഇല്ലല്ലോ, എന്താ സംഭവിച്ചത്? ഞാൻ ആകെ പല ടെൻഷനായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു പറഞ്ഞു. പിന്നീടാണ് കിരൺ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. കല്യാണി നിന്നോട് പറയാതിരുന്ന ഇതിൻ്റെ ഇടയ്ക്ക് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. എന്താ കിരണേട്ടാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ ആ CA മാർട്ടിൻ ഉണ്ടായിരുന്നല്ലോ, എന്നെയും വേലുവിനെയും അതുപോലെ രതീഷിനെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ലോക്കപ്പിലിട്ടെന്ന് പറഞ്ഞു. ലോക്കപ്പിലിട്ടെന്നോ? അതെ, ലോക്കപ്പിലിട്ടു. പക്ഷേ സത്യം തെളിയിക്കാനായിട്ട് അയാൾക്ക് പറ്റിയില്ലെന്ന് പറഞ്ഞു. എന്തൊക്കെ കിരണേട്ട പറയണമെന്ന് ചോദിച്ചു. പിന്നീടാണ് നടന്ന കാര്യങ്ങളൊക്കെ പറയണേ. കിരണേട്ട അങ്ങനെയാണെങ്കിൽ ആ ബോഡി നമ്മുടെ പറമ്പിൽ നിന്നെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെളിവല്ലേന്ന് ചോദിച്ചു. അയാൾ മിക്കവാറും ഇനി അത് തപ്പി വരുമെന്ന് എനിക്ക് തോന്നേ. അയാൾ നിസ്സാരക്കാരനല്ലെന്നറിയാലോ. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, നീ പേടിക്കൊന്നും വേണ്ട. നവീൻ എന്താണെങ്കിലും കൃത്യമായിട്ട കാര്യങ്ങളൊക്കെ നീക്കിയിരിക്കുന്നത്. എന്നാലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ആരായിരിക്കും പോലും അവനെ കൊന്നത്? ആ ഗംഗയെ എൻ്റെ വേലുവിൻ്റെ രതീഷിൻ്റെ ഒന്നും വെല്ലടയാളമല്ല ആ ഇരുമ്പ് ദണ്ടേരുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് കല്ലേ തല്ലി വീണിട്ടാണ് അവൻ തീർന്നതെന്നാ. പക്ഷെ അതല്ലെന്നുള്ള കാര്യം മനസ്സിലായി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കല്യാണിയുടെ മുഖത്ത് ഒരു പതർച്ചയുണ്ടായി. കല്യാണി പറഞ്ഞു, കിരണേട്ട അയാളിനി സത്യം കണ്ടെത്താൻ വീണ്ടും ഇറങ്ങിത്തിരിക്കുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. വരട്ടെ കല്യാണി, നമ്മളെന്തിനാ പേടിക്കണേ?
ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവനെ അടിച്ചെന്നുള്ള ശരിയാ, പക്ഷേങ്കിൽ ഞാൻ അവനെ കൊന്നിട്ടില്ല. ഞാൻ കരുതിയത് ഇനിയിപ്പോൾ എൻ്റെ കൈ കൊണ്ടുള്ള ഇത് കൊണ്ടാണോ അവൻ മരിച്ചെന്ന്. പക്ഷെ അല്ലെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ആ സമയത്ത് കല്യാണി പറഞ്ഞു, എന്നാലും കിരണേട്ടാ ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയി. ആരും എന്നോടൊന്നും സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല എന്ന് പറഞ്ഞു. സാരമില്ല, പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അയാൾ അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് അയാളെ കൊണ്ട് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അയാൾ കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയെ സമാധാനിപ്പിച്ചു. പിന്നീട് വേലു തിരികെ കാട്ടിലേക്ക് പോയിട്ട് തുടങ്ങുവാണ്. അപ്പോഴേക്കും കിരണി ചെന്നിട്ട് വേലുവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും ആരുടെയും കേക്കിൽ പറയരുത് ബോഡി എവിടെയോ കുഴിച്ചിട്ടിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ. എങ്ങാനും സിയയുടെ കാതിലെത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ സത്യങ്ങൾ കണ്ടെത്താനായിട്ട് ഇറങ്ങിത്തിരിക്കും. പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അയാൾക്ക് വൈരാഗ്യബുദ്ധി കൂടുതലാണ്. കാരണം അയാൾക്ക് ഈഗോ പ്രശ്നങ്ങളുണ്ട്. അയാൾ എവിടെ ഏതറ്റം വരെ പോകാൻ തയ്യാറാവുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വേലു പറഞ്ഞു, ഇല്ല കിരൺ സാറേ, ഒരിക്കലും ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. ആ കാര്യം ഓർത്ത് പേടിക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് പ്രകാശ് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ലക്ഷ്മിയമ്മയോട് സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മിയമ്മ പറഞ്ഞു, എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമായത്. കാർത്തിമോള് വിളിച്ചു കഴിഞ്ഞപ്പോൾ കിരൺ മോനൊന്നും സംഭവിച്ചില്ലോ. ഞാനും എൻ്റെ മോളും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആകെപ്പാടെ ടെൻഷനായിരുന്നു. ഇനി ഞങ്ങൾ കാരണം പാവ കിരണിൻ്റെ ജീവനൊക്കെ നഷ്ടപ്പെടുമോയെന്ന്. ജീവനും ജീവിതമൊക്കെ അങ്ങനെ ഉണ്ടായില്ലല്ലോ. പ്രകാശം പറഞ്ഞ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം ഏറ്റെടുത്ത് ഞാൻ അങ്ങനെ ജയിലിലേക്ക് പോയണം. ഒരു കാരണവശാലും കിരൺ മോന് പോകേണ്ടതല്ല. കാരണം അവൻ അത്രയും പാവമാണ്. മാത്രമല്ല കല്യാണി മോളുടെ ഏക ആശ്രയമാണ്. ആ സമയത്ത് കിരൺ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ആരെ താങ്ങും തണലുമായിട്ടുള്ളത്. ഞാൻ ജയിലിൽ പോയി കിടന്നാലും പ്രശ്നമില്ല. കാരണം എന്നെ കൊണ്ടൊന്നും ആർക്കും വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് വലിയ അന്വേഷണമൊന്നും ഉണ്ടാകാൻ പോകത്തില്ലായിരിക്കും. ആ കാര്യം ഒന്ന് ഓർത്ത് പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ സമയം CI വീണ്ടും അന്വേഷണം തുടങ്ങുകയാണ്. ഇതിൻ്റെ പിന്നിൽ ആരെ എന്താണെന്നൊക്കെ അറിയണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും CCTV ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. സിയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവാണ്. താനെന്ന് കല്യാണിയുടെ കിരണിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ആ വേലക്കാരി ജാനകിയുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ തെങ്ങ് നട്ടത്, ആ തെങ്ങിൻ്റെ എവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ചോദിച്ചാണ് കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെ എന്തോ ഒരു തൊള്ള പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഗംഗാപ്രസാദിൻ്റെ ബോഡി അവിടെ എങ്ങാനും കുടിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ഒരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് വന്നു. അത് കണ്ടെത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും തനിക്ക് സത്യങ്ങളൊക്കെ തെളിയിക്കാനായിട്ട് പറ്റും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തണം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ അധിക ദിവസമൊന്നും ഈ കഥ കാണത്തില്ല കേട്ടോ. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും കൃത്യമായിട്ട് ആരാണ് കൊന്നതെന്നുള്ള കാര്യമൊക്കെ. പക്ഷേ പ്രകാശൻ ജയിലിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കല്യാണിക്ക് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ കല്യാണിയാണോ ഇനിയിപ്പം അയാളെ ഗംഗാപ്രസാദിനെ കൊന്നതെന്ന് അറിയത്തില്ല. അതോ ഇനി മനോഹറാണോന്ന്. ഒരു കാര്യം ഉറപ്പാണ്, കിരണിനും കല്യാണിക്കും ഒന്നും സംഭവിക്കില്ല. പ്രകാശം കുറ്റമായിട്ടെടുത്ത് പ്രകാശനാണെങ്കിൽ ജയിലിലേക്ക് പോകുന്നുണ്ട്. അവസാനം ബോഡിയൊക്കെ കണ്ടെത്തും. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന ആഴ്ചകളിലെ പ്രൊമോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.